ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. സ്ഥലം വന്നിട്ട് അതിരപ്പള്ളിയാണ്. ഇപ്പം സമയം ഉച്ചതിരിഞ്ഞ് 2-2:30 ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ അതിരപ്പള്ളിയിൽ പോവുകയാണെങ്കിൽ രാവിലെ നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതിരപ്പള്ളി, മലക്കപ്പാറ, വാഴച്ചാൽ അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതായിരുന്നു. ഇപ്പം നമ്മൾ ഉച്ച തിരിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഈ ട്രിപ്പ് പോവാമെന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരോട് യാത്രയിൽ നിൽക്കാനൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. നമുക്ക് അവരും കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീടിൻ്റെ വഴിയൊക്കെ എത്തിയപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് അമ്മാമ്മ അമ്മാമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നന്നൂട്ടിൻ്റെ സ്ഥലമൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴി എത്തിയപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. വേറെ എവിടേക്കാണ് അമ്മാമ്മയുടെ വീട് വേഗം അപ്പോൾ ഏട്ടൻ നാട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടേക്കെങ്കിലും ട്രിപ്പ് പോകണം എന്നൊക്കെ, മൂന്നാറോ അല്ലെങ്കിൽ അതിരപ്പള്ളി പോകാമെന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏട്ടൻ വന്നപ്പോൾ 15 ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നിട്ടും കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ട്രിപ്പ് പോലെ നടക്കില്ല എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ നമ്മൾ പെട്ടെന്ന് എടുത്ത് തീരുമാനമായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, പെട്ടെന്ന് റെഡിയായി, പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ചാലക്കുടിയിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. പിന്നെ നേരം വൈകി ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തുമ്പോഴേക്കും സമയം നന്നായി വൈകുമാവോ. പിന്നെ അതിരപ്പള്ളി റൂട്ട് കാട്ടാനും വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോൾ ട്രിപ്പ് പോവുകയാണെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് മരങ്ങളും ചെടികളൊക്കെയാണ് കേട്ടോ. ആ ഒരു റൂട്ടിൽ നമ്മൾ കുറേ റംബൂട്ടാനും മാംഗോസ്റ്റിൻ്റെ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വീടുകളിലും, മിക്ക വീടുകളിലും ഈ മാംഗോസ്റ്റിനും റംബൂട്ടാനൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കാണാൻ ഉള്ളതുകൊണ്ട് തന്നെ യാത്ര പോകുമ്പോൾ ഞാൻ ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ നിരീക്ഷിച്ചു. മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. Sunrise to starlight, day to night, nature's canvas unfolding so grand. In this journey we're living unplanned. City streets pulse with energy so bright, neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky as we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. Each sight, each sound, a memory to keep. In this adventure, dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night, nature's canvas unfolding so grand. In this journey, we're living unplanned. On this road, every scene's with the light. From sunrise to starlight, day to night, nature's canvas unfolding so grand. In this journey, we're living unplanned. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തുമ്പൂർ മൊഴിയാണ് കേട്ടോ. തുമ്പൂർ മൊഴി ഗാർഡൻ എന്നാണ് പറയുക. ഇവിടെ നമുക്ക് കുറച്ചധികം കാഴ്ചകളൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുൻപൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് തന്നെ കയറുന്നില്ല കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർക്കും ബട്ടർഫ്ലൈ ഗാർഡൻ, ഹാങ്ങിങ് ബ്രിഡ്ജ് അതൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ് അവിടെ. അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒന്ന് കയറായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും കയറാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കുറേയൊക്കെ യാത്ര ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഇതേപോലെയുള്ള എണ്ണപ്പനകളാണ് കേട്ടോ. നിറയെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ ഒരു മരങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. എന്നാലും നമ്മളിതിനിടയിൽ വല്ല ആനകളൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലോ ആനകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. Sunrise to starlight, day to night, nature's cat. നോക്ക് അവൻ നോക്കണം ഓരോന്നോ കിടക്കണ്ണ നിങ്ങൾ നോക്കിയേ അപ്പൊ ഉണക്ക് അതൊക്കെ അങ്ങനെ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അവിടുത്തെ ഒരു സമയക്രമം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് 5 മണിക്ക് അവർ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. നമ്മളവിടെ എത്തിയപ്പോൾ 5 മണിയാവാൻ 10 മിനിറ്റോ 5 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ വേഗം പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 50 റുപ്പീസോ മറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നത്. ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം ഇതേപോലെ നടക്കാനുണ്ട് കേട്ടോ. ചുറ്റും കുറേ മരങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും നേരം വൈകും. അപ്പോൾ ഇപ്പോഴേ കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ നടന്ന് ചെല്ലുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തുള്ളൊരു വ്യൂ കാണാനാണ് കേട്ടോ. അവിടെ അത്യാവശ്യം കുറേ ആൾക്കാരുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കുറേ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി ഫുള്ളിങ്ങനെ കാടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഈ പറന്നു പോകുന്ന 2 പക്ഷികൾ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് കേട്ടോ. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നമുക്കതിന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയുന്നവരുണ്ടെന്ന് വെച്ചാൽ കമൻ്റ് ഇട്ടോ കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് നേരം നിന്നതിന് ശേഷം വേഗം തന്നെ താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. ഒരു 400 മീറ്റർ താഴെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം നല്ല ഭംഗിയിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ താഴേക്ക് ഇറങ്ങേണ്ട കാര്യം കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. അതിനേക്കാളും റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ തിരിച്ച് മുകളിലെത്താന്ന് പറയുന്നത്. പ്രായമായവരോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ താഴെ പോയി വെള്ളച്ചാട്ടം കാണാണ്ടിരിക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. കാരണം വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ നടന്നവിടേക്ക് എത്താറുള്ളത്. തിരിച്ചിങ്ങോട്ട് കയറി വരാനുള്ളത് കേട്ടോ. ഇനി എന്തായാലും നടന്നവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ ഒരു കാഴ്ച എന്താണെന്ന് നമുക്ക് കാട്ടിത്തരാം കേട്ടോ. എന്ത്
അങ്ങനെ നമ്മൾ നടന്ന് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ എത്തിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു വെള്ളച്ചാട്ടം കാണാനായിട്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സെപ്റ്റംബർ മാസത്തിലാണ് കേട്ടോ നമ്മൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് മഴ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വെള്ളം കുറവ് തോന്നുന്നത്. നല്ല മഴയുള്ള സമയമൊക്കെയാണെന്ന് വെച്ചാൽ ഫുള്ള് നിറഞ്ഞൊഴുകൂട്ടോ. അങ്ങനെ വെള്ളം നിറഞ്ഞൊഴുകുന്ന സമയത്ത് നമുക്ക് ഇത്ര അടുത്ത് പോയിട്ട് വെള്ളച്ചാട്ടം കാണാനൊന്നും പറ്റില്ല കേട്ടോ. ഫുള്ള് വെള്ളമായിരിക്കും, പാറകളൊക്കെ മൂടിയിട്ടായിരിക്കും കേട്ടോ വെള്ളം ഒഴുകി പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് എത്തിയതുകൊണ്ടാണ് നമുക്ക് ഇത്ര അടുത്ത് പോയിട്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. തമിഴ്, ഹിന്ദി, മലയാളം സിനിമകളിലൊക്കെ ഇഷ്ട ലൊക്കേഷനാണ് കേട്ടോ ഈ അതിരപ്പള്ളി എന്ന് പറയുന്നത്. അങ്ങനെ താഴെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം മുകളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. എന്താവോ എന്തോന്നൊന്നും അറിയില്ല. എന്തായാലും മുകളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ നടന്ന് മുകളിൽ എത്തിയപ്പോൾ ഒരു കോലമാണ് കേട്ടോ ഈ കാണുന്നത്. ശരിക്കും വയ്യാണ്ടായിട്ടാണ് നടന്നിട്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ അടുത്ത് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർപ്പ വെള്ളച്ചാട്ടം ഉണ്ട്. ഇപ്പം തന്നെ നന്നായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ചാർപ്പ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ചാർപ്പ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം കാണാനായിട്ട്. ആ ഒരു സമയത്തും അവിടെ വെള്ളച്ചാട്ടം കാണാനായിട്ട് ആൾക്കാരുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഈ കാണുന്നൊരു ബ്രിഡ്ജ് നമ്മൾ മുൻപ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പം അടുത്ത് എപ്പോഴോ പണി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പകൽ സമയത്ത് വരാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭംഗിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു ആ ബ്രിഡ്ജിൽ നിന്നിട്ട് കേട്ടോ. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയൊരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ചാർപ്പ വെള്ളച്ചാട്ടമാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത്. തിരിച്ചു വരുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ, നമുക്ക് നല്ല പേടിയായിരുന്നു. ആന ഇറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇത്ര ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.